വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ആദ്യ അവസാനം വായിക്കാനായി സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ചൈതന്യം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. സഭയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നതും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത്. ബൈബിളിലെ 3 പ്രധാനപ്പെട്ട ആരംഭങ്ങളാണ്: പ്രപഞ്ചത്തിൻ്റെ ആരംഭം, യേശുക്രിസ്തുവിൻ്റെ ജനനം, സഭയുടെ ആരംഭം. ആരാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം. പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഹീബ്രു ഭാഷയിലെ റൂഹ എന്ന വാക്കിൽ നിന്നാണ് രൂപപ്പെട്ട് വരുന്നത്. മലയാളത്തിൽ പരിശുദ്ധ റൂഹ എന്ന് നാം ഉപയോഗിക്കാറുണ്ട്. റൂഹാദ കുദ്ദുസ തമ്പുരാൻ എന്ന് പറയാറുണ്ട്. പരിശുദ്ധ റൂഹായെ ഞങ്ങൾ എഴുന്നള്ളി വരണമേ, റൂഹാ ക്ഷണ പ്രാർത്ഥന എന്നൊക്കെ നാം പറയാറുണ്ട്. പരിശുദ്ധാത്മാവിനെ ഹീബ്രു ഭാഷയിൽ വിളിക്കുന്ന പേര് ആത്മാവ്. ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് റൂഹ എന്ന് ആണ്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്ലൗമ എന്നാണ്. പ്നൗമ എന്ന വാക്കും റൂഹ എന്ന വാക്കും മറ്റ് ഭാഷകളിൽ നിന്ന്, റൂഹ എന്ന വാക്ക് ഹീബ്രുവിൽ നിന്നും പ്നൗമ എന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും രൂപപ്പെട്ടു വരുന്നു. ഈ വാക്കിൻ്റെ അർത്ഥം കാറ്റ് എന്ന് ആണ്. വായു, കാറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. റൂഹ എന്ന് പറഞ്ഞാൽ, പ്നൗമ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:8 നാം ഇങ്ങനെ വായിക്കുന്നത്: കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞാൽ റൂഹ, പരിശുദ്ധാത്മാവ് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കാണ് വീശുന്നത്, തനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളിലേക്കാണ് വരുന്നത്. അതിന് വളരെ ആഴമായ പല അർത്ഥങ്ങളുമുണ്ട്. ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ കരുതാറുണ്ട്, ഞാൻ കുറേ നേരം ഇങ്ങനെ സ്തുതിച്ച് കഴിയുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അതൊക്കെ നല്ല ആഗ്രഹമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യമുള്ള, ബുദ്ധിയുള്ള, സ്നേഹമുള്ള ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ അറിയാം എപ്പോഴാണ് ഒരു വ്യക്തിയിൽ നിറയേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്നറിയാം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പഴഞ്ചൊല്ല് പോലെയുള്ള അർത്ഥവും കൂടിയുണ്ട്. നാം അറിയാത്ത നേരത്താണ് കാറ്റ് വരുന്നത്. എപ്പോഴും നാം ശ്രദ്ധയുള്ളവരായിരിക്കണം, ജാഗരൂകതയുള്ളവരായിരിക്കണം എന്നൊക്കെയുള്ള പല അർത്ഥവും ഇതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. ഏതായാലും യോഹന്നാൻ്റെ സുവിശേഷം 3:8 പറയുന്ന കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്നത് റൂഹാദ കുദ്ദുസ തമ്പുരാൻ, പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടമുള്ള വ്യക്തികളിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നു. പലരിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒക്കെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവെന്നുള്ള വാക്ക് ബൈബിളിൽ ഏതാണ്ട് 10ഓളം സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാലാഖമാർക്ക് ആത്മാവെന്നുള്ള വാക്ക്, അരൂപി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:14: രക്ഷയുടെ അവകാശികളായി തീരുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാവരും. അപ്പോൾ അവിടെ സേവകാത്മാക്കൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് റൂഹ, പ്നൗമ തുടങ്ങിയ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാലാഖമാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷം അവനിൽ തുടരുന്ന ആത്മീയ ശക്തി കേന്ദ്രത്തെ ആത്മാവെന്ന് വിളിക്കാറുണ്ട്. അവർ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞും അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു: കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. അവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവൻ. ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, മരണശേഷമുള്ള തൻ്റെ ജീവൻ, ആത്മാവ് ദൈവമേ അങ്ങ് സ്വീകരിക്കണമേ, ഈശോയെ അങ്ങ് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 7:59 വായിക്കുന്നുണ്ട്. പിശാചുക്കളെയും ആത്മാവെന്നുള്ള വാക്കുകൊണ്ട് ബൈബിള് വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം മറന്നുപോകരുത്. 1 സാമുവേൽ 18:10.
പിറ്റേ ദിവസം ദൈവം അയച്ച ഒരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവിടെ ദൈവം അയച്ച ആത്മാവെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം അയച്ചത്, അപ്പോൾ ദൈവമാണോ അശുദ്ധാത്മാവിനെ അയക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മാലാഖമാരെ അധപ്പതിച്ചുണ്ടായതാണ് അശുദ്ധാത്മാക്കൾ. അപ്പോൾ അശുദ്ധാത്മാക്കളെയും സൃഷ്ടിച്ചത് അശുദ്ധാത്മാക്കളായിട്ടല്ല സൃഷ്ടിച്ചത്, മാലാഖമാരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ അവർ ധിക്കാരം കാണിച്ച് അശുദ്ധാത്മാക്കളായി മാറിയെന്നാണ് ബൈബിൾ പറയുക. അപ്പോൾ ദൈവം മാത്രമാണ് സൃഷ്ടികർത്താവ്, ദൈവമാണ് എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ്. അത് പ്രപഞ്ചത്തിലുള്ള എല്ലാം കാണപ്പെടുന്നത്, കാണപ്പെടാത്ത അരൂപികൾ ഇതെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ അശുദ്ധാത്മാക്കളെയും ആത്മാവ് എന്നുള്ള വാക്കുകൊണ്ട് ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. മരിച്ച ആളുകളുടെ പ്രേതഭൂതങ്ങളെ വിളിക്കുന്നതും ഈ ആത്മാവ് എന്നുള്ള അതേ വാക്കുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 14:26. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. അപ്പോൾ അവിടെ യേശുക്രിസ്തു മരണശേഷം നടന്നു വരുന്നത് സംഭവമുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു വരുന്ന രംഗമുണ്ട്. അപ്പോൾ അവർ ഉടനെ തന്നെ പറയുകയാണ്, ഇതൊരു ഭൂതമാണ് വരുന്നത്, മരിച്ച ഒരാളുടെ, കടലിൽ ഇതിനു മുമ്പ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ഒരാളുടെ പ്രേതമാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രേതങ്ങളെ വിളിക്കാനും ബൈബിള് ആത്മാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മൃഗങ്ങളിലുള്ള ജീവനെ ആത്മാവെന്ന് വിളിക്കാറുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3:21 മനുഷ്യൻ്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റെ താഴെ മണ്ണിലേക്കും പോകുന്നു. അപ്പോൾ മൃഗത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൃഗത്തിൻ്റെ ജീവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൃഗത്തിൻ്റെ ജീവചൈതന്യം അല്ലെ ജീവനെ വിളിക്കാനും ആത്മാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. നേരത്തെ ഒരു അർത്ഥം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. പ്രകൃതിയിലെ കാറ്റിനെ ആത്മാവെന്ന് വിളിക്കുന്നുണ്ട്. മനസ്സെന്ന അർത്ഥവും ആത്മാവ് എന്നുള്ള വാക്കിനുണ്ട്. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 2:30 കർത്താവ് അവൻ്റെ മനസ്സ് കഠിനമാക്കി, അല്ലെങ്കിൽ ആത്മാവ് കഠിനമാക്കി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവെന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ മനസ്സെന്നാണ് നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശക്തി, ധൈര്യം എന്നീ ശക്തികളെ സൂചിപ്പിക്കാനായിട്ട് ആത്മാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജോഷുവയുടെ പുസ്തകം 1:5 അവർ ഭയപ്പെട്ട് ആത്മാവില്ലാത്തവരായി മാറി, ശക്തിയില്ലാത്തവരായി മാറി, അവരുടെ മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവിടെ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ മനുഷ്യനിലുമുള്ള ആത്മീയ ഭാവം, നന്മയോ തിന്മയോ ചെയ്യാനുള്ള പ്രേരണ, ഈ പ്രേരണയെയും ആത്മാവെന്നാണ് ബൈബിൾ വിളിക്കുക. മത്തായിയുടെ സുവിശേഷം 26:41 ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അപ്പം ഇങ്ങനെ പല അർത്ഥങ്ങൾ ആത്മാവെന്നുള്ള വാക്കിന് ബൈബിളിലുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം, പുതിയ നിയമം അനുസരിച്ച്, പഴയ നിയമം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം പരിശുദ്ധത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. നമ്മുടെ ഈ ധ്യാന പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെയാണ് നാം ഇവിടെ ഓർക്കുക. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് നൽകും. ലൂക്കായുടെ സുവിശേഷം 11:13. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നാം പ്രധാനമായി ഓർക്കുക. കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകത്തിൽ 683-ലും 685-ലും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തോടും യേശുക്രിസ്തുവിനോട് സമനാണ് എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് എന്നൊക്കെ ആ ഭാഗത്ത് കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി അടുത്ത് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. ബൈബിളിൻ്റെ പഠനമനുസരിച്ച് പിതാവായ ദൈവത്തെ പോലെ തന്നെ ദൈവമാണ് പുത്രനായ യേശുക്രിസ്തു.
നമുക്കറിയാമെന്നാൽ എല്ലാവരും അത് അംഗീകരിക്കുന്നില്ലെന്ന് നമുക്കറിയാം. ചിലരൊക്കെ യേശുക്രിസ്തുവിനെ വെറുതെ ഒരു പ്രവാചകനായിട്ടാണ് കണക്കാക്കുക. സഭയുടെ ചരിത്രത്തിൽ തന്നെ ചില ആളുകൾ, ആരിയൂസിനെ പോലെയുള്ള ചില ആളുകൾ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ദൈവത്തിന് സമനല്ല, പിതാവിന് സമനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെസ്തോറിയസ് ആണെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിൽ രണ്ട് വ്യക്തിത്വം ഉണ്ടായിരുന്നു, ചിലപ്പോൾ മനുഷ്യ വ്യക്തിത്വം, ചിലപ്പോൾ ദൈവ വ്യക്തിത്വം. അതുകൊണ്ടാണ് അദ്ദേഹം മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ മാതാവ് മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ മാത്രം അമ്മയാണ്. ആ രീതിയിലാണ് നെസ്തോറിയസ് പറഞ്ഞിരുന്നത്. രണ്ട് വ്യക്തിത്വങ്ങൾ തിരിക്കാവുന്ന രീതിയിലുണ്ടായിരുന്നു നെസ്തോറിയസ് പറഞ്ഞു. എന്നാൽ കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് യേശുക്രിസ്തു ഏക വ്യക്തിയാണ്, ദൈവിക വ്യക്തിയാണ്. രണ്ട് സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും. അത് എപ്പോഴും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തിൽ യേശുക്രിസ്തു ദൈവമാണ്, വചനം ദൈവമാണ് എന്നൊക്കെ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷൻ്റെ ആദ്യ ഭാഗം. വചനം വഴിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 5:20 യേശുക്രിസ്തു ദൈവമാണ് എന്ന് നാം വായിക്കുകയാണ്. അവനാണ് സത്യദൈവവും നിത്യജീവനും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന അവസരത്തിൽ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പഠനമനുസരിച്ച് യേശുക്രിസ്തു ദൈവമാണ്. കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ വഴിയാണ് സർവവും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് അവിടെ പറയുക. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ പോലെ തന്നെ ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ അവകാശവാദവും അതായിരുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ പോലെയും പിതാവിനെ പോലെയും തന്നെ ദൈവമാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, കത്തോലിക്കർ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചേർന്ന ഏക ദൈവം. അവർ 3 പേരും സമരാണ്. ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് ഇതൊരു വിശ്വാസ രഹസ്യമാണ്. ഇത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇത് വിശ്വസിക്കാനുള്ള കാരണം ദൈവം തന്നെയായ യേശുക്രിസ്തു അത് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. യേശുക്രിസ്തു ഇത് വെളിപ്പെടുത്തിയത് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വഴിയാണ്. കാരണം യേശുക്രിസ്തു പല പഠനങ്ങളും ജനത്തിന് ബോധ്യമാകാവുന്ന രീതിയിൽ പറഞ്ഞത്. ഉദാഹരണത്തിന്, തനിക്ക് പാപം ക്ഷമിക്കാൻ പറ്റുമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി പുറമേ കാണുന്ന ഒരു അടയാളം കാണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ യേശുക്രിസ്തു ചെയ്ത മറ്റാരും ചെയ്യാത്ത അനേക അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുന്നതാണ്, തെളിയിക്കുന്നതാണ്. ഈ ദൈവമായ യേശുക്രിസ്തുവാണ് നമ്മോട് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞത്. മരണശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. ഇങ്ങനെ യേശു പറഞ്ഞു എന്നുള്ളതാണ് നാം തൃത്വത്തിൽ വിശ്വസിക്കാനുള്ള കാരണം. ഇതുവരെ ലോകചരിത്രത്തിൽ ആരും ഇത് അവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല. സഭയുടെ ആരംഭ നാളുകളിൽ തൃത്വത്തെക്കുറിച്ച് എഴുതാനായി ശ്രമിച്ച ഒരു മഖാനാണ് വിശുദ്ധ ആഗസ്തീനോസ്, ഹിപ്പോയിലെ ആഗസ്തീനോസ്. അദ്ദേഹം അങ്ങനെ ആലോചിച്ച് നടന്നു, ഞാൻ തൃത്വത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എന്തെഴുതും. തിയോളജിയൻസ് അന്വേഷിക്കുന്നത് അതാണല്ലോ. മനുഷ്യൻ്റെ ബുദ്ധിയോടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഏത് ശാസ്ത്രശാഖയുടെ സഹായത്തോടു കൂടെ തൃത്വത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിച്ച് നടന്നത്. അങ്ങനെ കുറേ നാൾ ആലോചിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവൊന്നും കിട്ടിയില്ല. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. ദർശനം ഇതാണ്: വളരെ വലിയൊരു കടൽ. ആ കടൽ തീരത്തുകൂടെ അദ്ദേഹം നടക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കാണുന്നത്, ഇതൊക്കെ ദർശനത്തിൽ സംഭവിക്കുന്നതാണ്. ദർശനമെന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെയുള്ളൊരു അനുഭവമാണ്. 2 ചെറിയ ചിറകൊക്കെ ഉള്ളൊരു മാലാഖ കുഞ്ഞ് ആ കടപ്പുറത്ത് എന്തോ തിരയുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കക്ക കണ്ടുപിടിച്ചു. അതിനുശേഷം ആ മാലാഖ കൊച്ച് കടലിലെ മണൽപ്പുറത്ത്, തീരത്തെ മണൽപ്പുറത്തൊരു ചെറിയ കുഴിയുണ്ടാക്കി ആ കക്കായുമായി കടലിൽ പോയി വെള്ളം കോരിക്കൊണ്ടുവന്ന് കുഴിയിലൊഴിക്കുന്നു. അങ്ങനെ 100,000 പ്രാവശ്യം ഈ കൊച്ചു മാലാഖ കുഞ്ഞ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ദർശനത്തിൽ അഗസ്റ്റിൻ തന്നെ ഒരു കഥാപാത്രമായി മാറി. അഗസ്റ്റിൻ ഈ മാലാഖ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, കൊച്ചെന്താണ് ചെയ്യുന്നത്, മാലാഖ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മാലാഖ പറഞ്ഞു, എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ് ഈ കക്കയിൽ വെള്ളം കോരി ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിൽ ഒഴിച്ചത് കടൽ വറ്റിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള പണി ഞാൻ തുടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. ഉടനെ അഗസ്റ്റിൻ ഈ മാലാഖ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പൊട്ടനായ മാലാഖയാണല്ലോ, എങ്ങനെ ഈ കക്ക കൊണ്ട് വെള്ളം കോരി ഈ കടൽ മുഴുവൻ വറ്റിക്കാനായിട്ട് പറ്റും? ഉടനെ ഈ മാലാഖ കുഞ്ഞ് അഗസ്റ്റിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം പൂർത്തിയാക്കാൻ പറ്റിയാലും താങ്കൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരിക്കലും താങ്കൾ ഉത്തരം കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്റ്റിന് മനസ്സിലായി എന്താണ് മാലാഖ പറഞ്ഞതെന്ന്. അഗസ്റ്റിൻ ആ നാളുകളിൽ ധ്യാനിച്ച് നടന്നിരുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തികളില്ല, ഒരു ദൈവമേ ഉള്ളൂ. ഇത് എങ്ങനെ പറയാനായിട്ട് പറ്റും? 3 വ്യക്തികളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പക്ഷേ 3 ദൈവമില്ല, ഒരു ദൈവമേ ഉള്ളൂ. ഇതെങ്ങനെ എനിക്ക് പറയാനായി പറ്റും? ആരോട് ഇത് അവരുടെ ബുദ്ധിയോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് വെളിപ്പെടുത്താനായി പറ്റും? അഗസ്റ്റിന് മനസ്സിലായി ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യേശുക്രിസ്തു വെളിപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ടല്ലാതെ ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ കത്തോലിക്കർ വിശ്വസിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് യേശുക്രിസ്തു അന്ത്യത്താഴത്തിൽ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു. ധാരാളം പേര് യേശുക്രിസ്തുവിൻ്റെ കുർബാനയെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് എഴുന്നേറ്റ് പോയി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവരാരും പിന്നീട് യേശുക്രിസ്തുവിൻ്റെ പിറകെ വന്നിട്ടില്ല എന്നും പറയുന്നു. അവരൊക്കെ എഴുന്നേറ്റ് പോയിട്ട് യേശുക്രിസ്തു തൻ്റെ വാക്ക് മാറ്റിയില്ല. ഇതുവരെ ആർക്കും കുർബാനയിൽ യേശുക്രിസ്തുവിനെ മാനുഷികമായ രീതിയിൽ കാണാനായിട്ട് പറ്റിയില്ല. ചില അത്ഭുതങ്ങളൊക്കെ ചില സ്ഥലത്ത് നടന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി തന്നെ ആ അത്ഭുതങ്ങളൊക്കെ നടന്നതാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ലാഞ്ചിയാന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓസ്തി മാംസകഷ്ണം പോലെ ആയിത്തീർന്ന്. പക്ഷേ അതൊന്നും നമുക്ക് വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാനുള്ള തെളിവൊന്നുമല്ല. അപ്പോൾ നാം വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൽ യേശുക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കാൻ കാരണം അത് യേശു നമ്മെ പഠിപ്പിച്ചു എന്നല്ലാതെ വേറെ നമുക്ക് ബുദ്ധി കൊണ്ടുള്ള കാരണങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കത്തോലിക്കര്, ക്രിസ്ത്യാനികൾ പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കാൻ കാരണം, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാനുള്ള കാരണം അത് യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്നു എന്നല്ലാതെ വേറൊരു കാരണമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്, പിതാവിൻ്റെ ആത്മാവാണ്. പിതാവിൻ്റെ ആത്മാവെന്നും യേശുവിൻ്റെ ആത്മാവെന്നും പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നുണ്ട്. 1 പത്രോസ് 4:14 നാം ഏതാണ്ട് ഇതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുകയാണ്. യേശുവിനെ പോലെ തന്നെ ദൈവമാണ്, പിതാവിനെ പോലെ തന്നെ ദൈവമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് ധ്യാനിക്കാനാണ് നാം ശ്രമിച്ചത്. പ്രധാനമായും റൂഹ എന്നുള്ള വാക്ക്, പ്നൗമ എന്നുള്ള വാക്ക്, ആ 2 വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ ഹീബ്രുവിലും ഗ്രീക്കിലുമൊക്കെ ആ വാക്കിനുള്ള ഒരു അർത്ഥം കാറ്റ്, വായു എന്നെല്ലാമാണ്. അതുകൊണ്ട് കാറ്റും വായുവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാണെന്ന് നമുക്കറിയാം. 10ഓളം അർത്ഥത്തിൽ ആത്മാവെന്നുള്ള വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഏതാനും പ്രാരംഭ കാര്യങ്ങളാണ് നാം ധ്യാന വിഷയമാക്കിയത്. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറഞ്ഞ് അങ്ങയുടെ ദിവ്യ സ്നേഹവും ശക്തിയും ജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.